പ്രിയമുള്ളവരെ, നമുക്കിന്ന് അതിപുരാതന കാവുകളിലൊന്നായ മുത്തശ്ശിക്കല്ല് ദേവസ്ഥാനത്തിൽ ഒന്ന് പോയി വന്നാലോ. ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ആനാമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ കാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണുന്നതിനും അറിയുന്നതിനൊക്കെ മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വണ്ടൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏകദേശം 5 കിലോമീറ്ററോളവും, നിലമ്പൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഏകദേശം 11 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആനാമ്പാറയിലുള്ള മുത്തശ്ശിക്കല്ല് ദേവസ്ഥാനം എന്ന കാവിലെത്താം. ഈ യാത്രകളെല്ലാം ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂടെയുള്ളവർ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും ഭാര്യയും കുഞ്ഞും എല്ലാം ചേർന്നാണ് ഈ കാവിലേക്ക് ദർശനം നടത്താൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ കാവിലേക്കുള്ള വഴി. ഇതിലൂടെ വേണം നമ്മൾ കാവിലെത്താൻ. നല്ല ഇരുവശത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ് സ്വകാര്യ വ്യക്തികളുടെ ചില തോട്ടങ്ങളൊക്കെയാണ്. അതിൻ്റെ നടുവിലൂടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പാതയിലൂടെ വേണം നമ്മൾ ഈ കാവിലേക്ക് എത്താൻ. ശകലം കുത്തനെയുള്ള വഴിയാണ്, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോവേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നടക്കാൻ വേണ്ടി 2 സൈഡിലും നടുവിലൂടെ കൈവരിയൊക്കെ വെച്ച് നമുക്ക് നടക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയുടെ പച്ചപ്പിൽ പൊതിച്ചൊരു കാവ്, അതെ, അതാണ് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ആനാമ്പാറ എന്ന സ്ഥലത്തുള്ള ഈ കാവ്. ഇതിനെ മുത്തശ്ശിക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആരാധനാലയമാണിത്.
അമ്മയുടെ പേരെന്തായിരുന്നു? ആ, ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ആ, ഇവിടെ കുറേ ആയിട്ട് ഇങ്ങനെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ? ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? ആ ആ, അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? അതുപോലെ നാളികേരം ആ ഹാ ഹാ ആ ഹാ ഹാ വഴിപാടിൻ്റെ ഭാഗമായിട്ട് പട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ആളുകൾ ചാർത്താറുണ്ട് അല്ലേ? പിന്നെ ഇതൊക്കെ അവരെ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ചാർത്തിയിട്ടുള്ളതായിരിക്കും അല്ലേ? ഈ തൊട്ടില് അല്ലേ? അതെ 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 അതെ, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ഇതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ടല്ലേ ഇത്? ആ ഹാ, നേരത്തെ ഇത് ഒരുപാട് വർഷമായിട്ട് ആ തുറന്നിങ്ങനെ കിടക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് അല്ലേ? മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്, ഇവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ താന്ത്രിക പൂജ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ ആരാണോ ഈ കാവ് സന്ദർശിക്കുന്നത് അവർ സ്വയം വിളക്കും എണ്ണയും തിരിയും എല്ലാം കൊണ്ടുപോയി അവർ തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, അവർ പ്രാർത്ഥിക്കുക, അവർ വിചാരിക്കുന്ന വഴിപാടുകൾ അവർ സ്വയം സമർപ്പിക്കുക. ആരെങ്കിലും ഏറ്റുമേടിക്കാനോ ആരെങ്കിലും സ്വീകരിക്കാനായിട്ടോ ഇവിടെ ആരും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും വളരെ ഒരു വ്യത്യാസമായിട്ടും നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങളും ഈ കാവൊന്ന് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഈ സന്ദർശന വേളയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.